സോ ഹേ ഹായ്. അപ്പം ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് വെച്ചാൽ ഒരു രാത്രിയാണ്. എന്തുകൊണ്ട് രാത്രി വീഡിയോ എടുക്കുന്നത് വെച്ചാൽ അതിനൊരു കാരണമുണ്ട്. അത് ഞാൻ പിള്ളേർ വന്നിട്ട് പറയാം. അതിന് മുന്നേ ഇപ്പോൾ ഏകദേശം 9:20 അപ്പം പിള്ളേരിന്ന് വൈകുന്നേരം ഉണ്ടായിരുന്നില്ല. അപ്പം അവർ ചെറുത്തൊരു ഷോപ്പിൽ, അതായത് അവരെ അമ്മേൻ്റെ അച്ഛൻ്റെ ഷോപ്പിൽ പോയിട്ടാണ് ഉണ്ടായത്. അപ്പം അവരുണ്ടായിരുന്നില്ല. സോ നമ്മൾ രാവിലെ ഒന്ന് ക്രിക്കറ്റ് കളിച്ചായിരുന്നു അല്ലേ? സോ നമ്മൾ ക്രിക്കറ്റ് കളിച്ചായിരുന്നു. അപ്പം അതിൻ്റെ ഒരു സമ്മാനം എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഇതാണ്. അപ്പോൾ എൻ്റെ കാല് മുറിഞ്ഞു പോയി. അപ്പോൾ എനിക്കിന്ന് എന്തായാലും വ്ളോഗ് ഇട്ടേ പറ്റൂ എന്നുള്ളൊരു ഇതിലുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ രാത്രി വീഡിയോ എടുക്കുന്നതാണ്. എനിക്ക് മൈക്ക് വേണോ? ഇതൊരു മൈക്ക് വെച്ചോ. സോ നമുക്ക് ഇവനൊരു മൈക്ക് കൂടെ കൊടുക്കാം. അതോ സോ ഞാൻ മൈക്കൊക്കെ ചാർജ് ചെയ്തിട്ട് വെച്ചതാണ് നല്ലൊരു വീഡിയോ എടുക്കണമെന്ന്. പക്ഷേ നമ്മൾ ഏതാണ്ട് ഉച്ച ആ സമയത്ത് ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയതാണ്. ഇവൻ ഒരു 4 അടിച്ചു. അപ്പം ഞാനത് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ ചാടിയതാണ്. അപ്പം അവിടെ കുറച്ച് ഇലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ചവിട്ടി ഒറ്റ വീഴലെന്ന് വെച്ചാൽ മുട്ട് മടങ്ങിയിട്ട് മുട്ട് ഇൻ്റർലോക്കിൽ, ഈ കാണുന്ന ഇൻ്റർലോക്കിൽ ഒരഞ്ഞു പോയിട്ടാകുമ്പോൾ അങ്ങനെ മുറിഞ്ഞതാണ് ഫുള്ള്. ഇവിടെ ഫുള്ള് മുറിഞ്ഞിട്ടാണുള്ളത്. അപ്പം ഞാനിപ്പം ജസ്റ്റ് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു ഓയിൽമെൻറ്റും പഞ്ഞിയും അതൊക്കെ വെച്ച് കെട്ടിയത്. ഇപ്പം ഡോക്ടറെ അടുത്ത് പോയിട്ടില്ല, കാരണം വലിയ രീതിയിലുള്ള മുറിവല്ല. അതുകൊണ്ടാണ് ഡോക്ടർക്ക് പോകാൻ. ഇല്ലെങ്കിൽ പോയിട്ട് അതായത് ഞാൻ വീണപ്പാട് എനിക്ക് തോന്നി ഇത് വലിയ മുറിവായിരിക്കും, കാരണം നല്ല അടിച്ച് വീഴാൻ അടിച്ച് വീണത്. അപ്പം ഒരാൾ ആടെ ഷർട്ടൊക്കെ ഇട്ട് വരുന്നുണ്ട്. നമ്മളെന്താ ഇപ്പം വ്ളോഗ് എടുക്കുന്നത്? എന്തുകൊണ്ടാണ് ഇപ്പം വ്ളോഗ് എടുക്കുന്നത്? കളിക്കാനാ? ഒരിക്കൽ കളിച്ചതിൻ്റെ വിഷമം മാറിയിട്ടില്ല. അപ്പോൾ അവന് വീണ്ടും കളിക്കണം. എന്താ ഇങ്ങോട്ട് എന്തുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് പറയാം രാത്രി? ഇത് പിടിച്ചോ, തൽക്കാലം കൈ പിടിച്ചാൽ മതി. പറ. ഒന്നുമില്ല, പറയാനൊന്നുമില്ല. സോ ഗൈസ്, അപ്പം ഇവന് പറയാനൊന്നുമില്ല, എപ്പോഴും പോലെ അറിയാലോ. നീ ഇന്ന് അവിടെ പോയ? വൈകുന്നേരം ചെറുവത്തൂർ പോയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ഇവരുടെ വെല്ലച്ചൻ്റെ വീട്ടിൽ. അപ്പം മുറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇന്ന് വ്ളോഗ് ഇടാണ്ട് നിന്നത്. അല്ലെങ്കിൽ ഇന്നൊരു നല്ലൊരു കണ്ടൻറ്റ് പ്ലാൻ ചെയ്തായിരുന്നു. അപ്പം അതിനി വരും ദിവസങ്ങളിലേക്ക് മാറ്റി വെക്കണം തോന്നുന്നു. കാരണം ഇപ്പം നല്ല വേനയുണ്ട്, ചെറിയ രീതിയിൽ നടക്കാനൊന്നും പറ്റുന്നില്ല. അപ്പം ക്രിക്കറ്റ് കളിച്ചിട്ട് ബോൾ അടിച്ചാൽ ഇയാളാണ് പിടിക്കാൻ നോക്കിയത്. ഞാൻ അതിൻ്റെ ഗിഫ്റ്റ് എനിക്ക് കിട്ടി. ഇതാ ബോൾ എറിഞ്ഞാൽ ചിരിക്കുന്നോടാ. ഇവൻ ഞാൻ വീണപ്പോൾ മുതൽ ചിരിക്കാൻ തുടങ്ങി. ഇതുവരെ ചിരിക്കില്ല, വെറുതെ പറഞ്ഞാ. ഇവൻ ഷോപ്പിലൊക്കെ പോയിട്ട്, എന്താ ഷോപ്പിൽ പോയിട്ട് ഇന്ന് ഓക്കെ ഐസ്ക്രീം തിന്നു. ഇവൻ മാംഗോ ഫ്ലേവർ ആണ്, ഞാൻ സ്ട്രോബെറി. എടാ കള്ളന്മാരെ, എൻ്റെ കാല് മുറിച്ച് നിങ്ങൾ പോയിട്ട് ഐസ്ക്രീം തിന്നാ? അതിനൊരു സെലിബ്രേഷൻ. എടാ കുഞ്ഞിക്കള്ള ഇങ്ങോട്ടോടാ. ഇവൻ പറഞ്ഞു എന്നോട്, ഞാൻ കാല് മുറിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം ഇവർ ചെറുത്തൊരു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ പറഞ്ഞു എന്നോട് സ്കൂട്ടി കൊണ്ടുപോകണമെന്ന്. സ്കൂട്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഞാൻ ജസ്റ്റ് കാല് മുറിഞ്ഞ അപ്പം വേദന ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അന്ന് വേദന ഇങ്ങനെ ചെറുങ്ങ വരുന്നത്. അപ്പോൾ ഞാൻ സ്കൂട്ടിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവനെ ജസ്റ്റ് ആ ഗേറ്റിൻ്റെ അവിടെ വരെ കൊണ്ടുപോയി. അപ്പോൾ അവിടെ നിർത്തി ജസ്റ്റ് ഇവൻ്റെ അമ്മയും പുറത്ത് കഴിഞ്ഞു. അപ്പോൾ അവിടെ ഓട്ടോ വന്നു പോയി. അല്ലേ, മനപ്പുറം നിർത്തി വെച്ചൊന്നല്ല. ഇവനെ ആരുഷിനെ ഞാൻ അതിന് മുമ്പേ പഴംപൊരി വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. ഇവൻ പഴംപൊരിയും ഗോളി വെജാന്ന് പറയും ഇവിടെ, ഒരു മാവിലാക്കുന്നൊരു സാധനം. അപ്പം അതും വാങ്ങാൻ ഇവൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് പോയായിരുന്നു ഇവനെ കൂട്ടാൻ. അപ്പം അതിൻ്റെ ഒരു ഇതിൽ ഈ ചെറുത് എന്നോട് പറഞ്ഞു എന്നെയും കൂടെ കൊണ്ടുപോകണം സ്കൂട്ടിയിൽ നിന്ന്. അപ്പം ഞാൻ ആ മുറിഞ്ഞ കാലമായിട്ട് ജസ്റ്റ് ആ ഗേറ്റ് കഴിഞ്ഞപ്പോഴും അവനെ ചെറുത്തൂർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓട്ടോ വന്നു. എന്നിട്ടിപ്പോൾ പറയാം മനഃപൂർവ്വം നിർത്തിയാന്ന്. കള്ളാ എടാ.
ചേടാ ഇവൻ ഇന്നലെ ക്രിക്കറ്റിൽ കള്ളക്കളി കളിച്ചു ഗൈസ്. പിന്നെ പറഞ്ഞ ഒരു വിക്കറ്റ് ആയപ്പോൾ നന്ദം പറഞ്ഞു എന്റെ ഒരു വിക്കറ്റ് ബാക്കിയായപ്പോൾ എന്റെ ബാറ്റിംഗ് കഴിഞ്ഞു. എടാ കള്ളാ. കള്ളം പറയും. കള്ളം പറയും. എന്നാ ഉണ്ടായേ നന്ദം ചീറ്റിംഗ് ചെയ്തു. എന്നാ എങ്ങനെ ചീറ്റിംഗ് ചെയ്തേ? നീയല്ലേ പിന്നെ 2 വിക്കറ്റ്, അങ്ങനെ ഒരാൾക്ക് 2 വിക്കറ്റ് കൊടുക്കാൻ പറ്റുവാ? ആളില്ലാത്തോണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മളെല്ലാം വീട്ടില് 5 വിക്കറ്റിന്റെ എല്ലാം കളിക്കളി. ആളില്ലാണ്ട് എങ്ങനെ? അതെങ്ങനാ? നമ്മൾ പക്ഷെ അത് ഈ മുംബൈ നിയമമാണ്, ഇത് കേരള നിയമം. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അങ്ങനെയെല്ലാം ഉണ്ട്. അതെന്താ? എന്നിട്ട് ഇവൻ എന്നെ പറ്റിച്ചു ഗൈസ്. ഇവന് ഞാൻ പിന്നെ ഒരു വിക്കറ്റും, അതായത് ഫസ്റ്റ് ഒരു എത്രയോ ബോളിൽ ഇവൻ ഔട്ടായി. ഒരു വിക്കറ്റ് തോതിൽ നമ്മൾ കളിച്ചത്. എനിക്കറിയില്ല 2 വിക്കറ്റ് ഒന്നും ഇവൻ കളി പറഞ്ഞു, ഞാൻ കെട്ടിട്ടൊന്നുമില്ല. എന്നിട്ട് പിന്നെ 2 വിക്കറ്റ് തന്നു. എന്നിട്ട് രണ്ടാമത്തെ വിക്കറ്റിൽ, അതായത് പിന്നെ ഫസ്റ്റ് വിക്കറ്റിൽ ഇവൻ ഔട്ടായി, ഞാൻ പിന്നെ ബാറ്റിങ്. എന്നിട്ട് രണ്ടാമത്തെ വിക്കറ്റിൽ ഇവൻ പറഞ്ഞ ഞങ്ങൾക്ക് 2 വിക്കറ്റും കൂടെ വേണമെന്ന്. എന്നിട്ട് ഞാൻ ഇവന് 12 ബോൾ കൊടുത്തു. എന്നിട്ട് ഇവൻ എടാ കേൾക്കണ 12 ബോൾ ഞാൻ പിന്നെ എറിഞ്ഞു കൊടുത്തു ഇവന്. അത് കിട്ടിയത് എന്തോ ഭാഗ്യം. അത് വിക്കറ്റല്ല, അത് കിട്ടിയത് എന്തോ ഭാഗ്യം. കാരണം സന്ധ്യ ആയിട്ടുണ്ടായി, ഇരുട്ടാവാനായിട്ടുണ്ടായി. അപ്പം പിന്നെ ഞാനാണ് ബാറ്റ് പിടിക്കണ്ടേ. പിന്നെ 12 ബോൾ ഇവൻ എറിഞ്ഞു കൊടുത്തു. എന്നിട്ട് ഇവൻ എന്ത് ചെയ്തറിയാ? ഇവൻ്റെ ബോളിംഗ് എല്ലാം കഴിഞ്ഞിട്ടില്ലേ, ഇവൻ ബാറ്റ് വിട്ടിട്ട് പറയും നമുക്ക് മതിയാക്കാം, ഞാൻ ഒറ്റ പോക്കെന്നിട്ട്. എടാ കള്ള. ജയിച്ച് അല്ല, നീ അതിന് മുമ്പേ നിർത്തി പോയല്ലോ. നമുക്ക് കുറച്ച് ചെറിയ മാങ്ങ ഇവൻ്റെ അമ്മമ്മ മുറിച്ച് തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ബാറ്റ് വിട്ടിട്ട് ഒറ്റ മുതൽ ഇതെന്താ, ഞാനൊരു വിക്കറ്റും കൂടെ കൊടുത്തു, ഒരു 12 ബോളും കൂടെ കൊടുത്തു. എന്നിട്ട് എനിക്ക് പറ്റില്ലടാ കള്ള. എന്നിട്ട് 65 റൺസ് എടുത്തു ചെക്കൻ. എന്നിട്ട് പിന്നെ ഞാൻ 66 റൺ എടുത്തു. എന്നിട്ട് ഞാൻ 68 റൺ അല്ലേ, 68 70 റൺ എടുത്ത് ഇവനെ തോപ്പിച്ചു. എന്നിട്ട് ഇവൻ പോയിട്ട് അമ്മേൻ്റെ അടുത്ത് പരാതി വരുന്ന, എനിക്ക് 2 വിക്കറ്റ് ഇട്ടായിരുന്നു, എനിക്ക് തന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരേ പ്രശ്നം. ഇതെടുത്തോളാം, എനിക്ക് വേണോ? എന്നാലും കഷ്ണം അല്ല, കഷ്ണം വേണമെങ്കിൽ എടുത്തു. ഇപ്പം വേറെ ഇതുണ്ട്. നിനക്കിത് വേണ്ട മുറിച്ചത്? അവിടെ വെച്ചെണ്ണ പിടിച്ചടാ, ഇതെടുത്തോ. ആവശ്യമുണ്ടോ? ക്യാമറ ഒത്തി പിടിക്കില്ല, ക്യാമറ ഒത്തരട ഇപ്പുറം പിടിക്കില്ല. കാണുന്നുണ്ടാ? കൈമറയല്ല അവയോ. അപ്പം ഇവന് ഇതുപോലെ ഈ മൈക്ക് വരെ ഇവന് മൈക്ക് കണ്ട ഇങ്ങനെയാണ് കാരണം ഇപ്പോഴിങ്ങനെ ചെയ്തു കൊടുക്കണം. ആ മൈക്കാണ്. കൈ കഴുകിയിട്ട് പോവാ, ഇനി ഒച്ചയാക്കിയിട്ട് പോവാം. അപ്പോൾ എനിക്ക് ഇതിലെല്ലാം കേൾക്കും. ഓക്കെ. ഇപ്പോൾ തിന്നുകൊണ്ടിരിക്കുന്ന മാങ്ങ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒട്ടുമാങ്ങ എന്ന് വെച്ചാൽ അധികം പഴുക്കില്ല, പക്ഷേ ഓവർ പഴുത്ത് കഴിഞ്ഞാൽ അത് പക്ഷികൾ കുത്തിയിട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ വീണിട്ട് കേടായിട്ടൊക്കെ പോകും. അപ്പോൾ ഓവർ പഴുക്കില്ല. ഇത് ഒരു പച്ചേന്ന് ചെറിയ രീതിയിലേ പഴുക്കൂ. അപ്പോഴേക്കും തിന്ന് ഭയങ്കര ടേസ്റ്റ് ആവും. പക്ഷെ അധികം പഴുത്ത ഇത് പോകും. അങ്ങനത്തെ ഒരു മാങ്ങയാണ്, നല്ല ടേസ്റ്റാണ്. പഴുക്കാണ്ട് ഇങ്ങനെ അധികം പഴുക്കാണ്ട്, പിന്നെ നാരില്ല അല്ലേ? അപ്പം അങ്ങനെയുള്ള ടേസ്റ്റുള്ള മാങ്ങയാണ്. ഇവരിപ്പം ചെറുപ്പത്തൂർ പോയി വന്നേ ഉള്ളൂ. ഞാൻ മുട്ടും പൊട്ടി ഇരുന്നുകൊണ്ട് തന്നെ ആഘോഷിച്ചു. ഇല്ലടാ ശരി. അപ്പം നമ്മളിങ്ങനെ രാത്രി ഇങ്ങനെ പുറത്തിരിക്കുകയാണ് വീട്ടിൻ്റെ. ഏകദേശം ഇപ്പം എത്ര മണിയായി? 10 മണിയില്ല, 9:30. 9:30 ഏകദേശമായി. എന്നാ പ്ലാൻ? ഇനി
ഇനി നന്ദൻ കാലുകൊണ്ട് സെലിബ്രേഷൻ ചെയ്യാം. എന്റെ കാലിലിട്ട് ചെയ്യടാ എന്നാ സെലിബ്രേഷൻ. അരുവാ എവിടെയാ വാ പിന്നെ ഇവിടെ വാ എവിടെയാ വാ. എന്തോ നന്ദോണ്ട് കാല് എടാ എടാ ഇവൻ ഇത്ര സാധന ഇവൻ. യെസ് യെസ് എന്നൊരു ആരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അവനെ? ഇല്ല ഇല്ല ഞാൻ support ചെയ്യും. കണ്ടടാ ആരും എന്നോട് സ്നേഹം ഉണ്ടടാ. അതിന് ആരും എന്നോട് സ്നേഹം ഉണ്ട്. ഉണ്ട് നിന്നെ പോലെ അല്ലേ ആരും നേരത്തെ പറഞ്ഞിട്ട് ഐസ്ക്രീം സെലിബ്രേഷൻ ചെയ്യാൻ അതും പറഞ്ഞിട്ട്. ഐസ്ക്രീം നീയാണോ ഒരു വാശി പിടിച്ച് കൊണ്ടുപോയത്? അതെ നീയാ വാശി പിടിച്ചോണ്ടത്. പ്രേതമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ആരാ? എന്ത് പ്രേതം ഇല്ലാന്ന് വിശ്വസിക്കുന്നില്ലേ നീ? ആ. നിന്നെ ഇരുട്ടത്താക്കി വാതിലടക്കട്ടെ എന്നാലും ഒരിക്കാം പ്ലീസ്. അതില് 10 മണിയൊന്നും ആയിട്ടില്ല. എന്തേ? അതില് 10 മണിയൊന്നും ആയിട്ടില്ല. ഒരു ആ വേണ്ട, ആ 10 മണിയൊന്നും ആയിട്ടില്ല. 10 മണി ആയിട്ടില്ല, 9:30 ആയുള്ളൂ. അത് ക്ലോക്കില് 10 മണി ആയിട്ടാ. രാത്രി വേണം സ്വപ്നത്തിൽ കാണിച്ച് അയ്യോ നല്ല ആക്കുമ്പോഴേക്ക് അങ്ങനത്തെ ഒരു തന്നെ ഇവൻ. അതുകൊണ്ട് ആരും ഞാനും നാളെ ഒരു സ്ഥലത്തു എവിടാ? പയ്യന്നൂര്. ഞാനും അമ്മേൻ്റെ കൂടെ ഞാനും പയ്യനോട് നമ്മൾ സ്കൂട്ടിയിലാ പോവാ. ഞാനും വരും. സ്കൂട്ടിയിലാ? സ്കൂട്ടിയിൽ 2 ആളെ പറ്റൂ. പോയാ അത് കള്ള സ്കൂട്ടി സത്യം. 3 ആൾക്കാർ പറ്റും. 3 ആൾക്കാരെ കയറ്റാൻ പറ്റില്ലല്ലോ സ്കൂട്ടിയിൽ. 2 ആളല്ലേ പറ്റും? പറ്റും ഇല്ല ഇവിടെ പറ്റും. അത് ബോംബെയില്. ഇവിടെ 3 ആൾക്കാരെ കയറ്റിയാ പിന്നെ ഫൈൻ ഇടും. ആ ഫൈനും പിന്നെ 3 ഹെൽമെറ്റ് ഇല്ല, 2 ഹെൽമെറ്റ് ഇല്ലു. ഞാനും വരും. നീ ബസ്സിൽ നല്ല സുഖമായിട്ട് ഇരുന്നിട്ട് വാ. പക്ഷെ എനിക്ക് ബസ് ഇഷ്ടല്ല. പിന്നെ ബസ് ഇഷ്ടല്ലേ? ട്രെയിനിൽ വന്നാൽ മതി. ചെറുത്തൂർ ട്രെയിനൊന്നും വരൂല. ചെക്കന് ഭയങ്കര ഇഷ്ടം സ്കൂട്ടിയിൽ, കാറിൽ, ഓട്ടോയില് ഒക്കെ പോവാൻ അല്ലേ? ഓട്ടോയില് സ്കൂട്ടിയിലും കാറിലും ഏറ്റവും അധികം എനിക്ക് ഓട്ടോ ചെയ്യാന്ന് അധികം ഇഷ്ടം. അന്നാ നീ ഓട്ടോയിൽ വന്നോ, കുഴപ്പമില്ല. ഫസ്റ്റ് ആണ് എന്റെ സ്കൂട്ടിയും ബൈക്കും. അതെ. സെക്കൻഡ് ആണ് എന്റെ കാറ്. ഇതുവരെ ബൈക്കിൽ കയറിയിട്ടില്ല. അല്ല ഇന്ന് കയറി തേർഡ് ആണ് ബൈക്കിൽ കയറിയിട്ടില്ല. ഓക്കെ. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടം. തേർഡ് ആണ് ഓട്ടോ. ഫോർത്ത് ആണ് ഇവിടുത്തെ ബസ്. ഫോർത്ത് ട്രെയിന്. പിന്നെ ഫിഫ്ത്ത് ആണ് ഇവിടുത്തെ ബസ്. നീ ഇങ്ങനെ ബസ്സിന് വെറുക്കുന്നത് എന്താ? ഇഷ്ടല്ല. എന്താ? എന്തുകൊണ്ടാ ഞാൻ ബസ് കയറി ഛർദിച്ചു. ഛർദിച്ചത് വോമിറ്റിങ് അത് ആദ്യമൊക്കെ ഉണ്ടാവും. അത് നമ്മളിപ്പം ബസ്സിൽ കയറിയ ചെറുപ്പത്തിൽ ബസ്സിൽ കയറിയ അങ്ങനെ ഉണ്ടാവുക. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല. നീ സ്കൂളിൽ പോകുന്നില്ല? ജൂൺ 1 2 ദിവസം കൊണ്ട്. എപ്പോഴാ പോന്നെ സ്കൂളിൽ? നമ്മളുടെ ജൂൺ 5 തുറക്കും. ഇവിടെ പ്രവേശനോത്സവം അതായത് അംഗൻവാടിയിൽ കഴിഞ്ഞു തോന്നുന്നു ഇന്ന്. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ ജൂൺ 1 അപ്പാണ് എല്ലാവരും നിങ്ങളെങ്ങനെയാ സ്കൂളില്? സ്കൂളിൽ ഇപ്പൊ നമ്മളെ ഓൾറെഡി 7th സ്റ്റാൻഡേർഡ് തുടങ്ങി. ലൈക്ക് 1 മാസം ക്ലാസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് 1 month ലീവ്. അങ്ങനെയാണ് ഇവർ സ്കൂള്. അതായത് ഇവിടുത്തില്ല വ്യത്യാസം ഉണ്ടാവല്ലേ? വ്യത്യാസമുണ്ട്. നല്ല രീതിക്ക് വ്യത്യാസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങോട്ട് എത്തുമ്പോൾ പല രീതിയിലുള്ള ടൈം ആയിരിക്കും. ചില സമയം ഇവർക്ക് ഉച്ചയ്ക്ക് ശേഷം അല്ല ഉച്ച വരെ ആയിട്ടും ഉണ്ടാവുന്നുണ്ടല്ലേ? 2 o'clock വരെ ഉണ്ടാവും. ഇവിടെ കോളേജ് മാത്രം. സ്റ്റേറ്റ് ബോർഡിൽ ഇവിടെ പോലെ തന്നെയാ. പക്ഷെ ICSE ബോർഡ്സ് എല്ലാം വേറെ ടൈപ്പ്. അത് ഇവിടെ അതുപോലെ തന്നെ. ഇവിടാന്ന് വെച്ചാൽ പിന്നെ കോളേജാണ് 3:30 വരെ അല്ലെങ്കിൽ 3 മണി വരെ ഉണ്ടാവുക. സ്കൂള് വെച്ചാൽ 10 മണി ടു 4. കോളേജ് ആണെങ്കിൽ നമ്മളെ പെണ്ണിലല്ലോ പൻവേലിൽ അവിടെ ഒരു ഇതുണ്ട്. അവിടെ നമ്മളെ ഒരു ചേച്ചി ഉണ്ട്. കോളേജിലാണ് പഠിക്കല്. ആ ചേച്ചിയില്ലേ രാത്രി 8 മണിക്കാ. രാവിലെ 5 മണി 7 മണിക്കൊപ്പം പോയിട്ട് രാത്രി 8 മണിക്കാ വരും. അത് അപ്പ് ഡൗൺ ചെയ്യേണ്ടി വരും. അപ്പം അവിടെ എന്തായാലും മാറ്റങ്ങൾ ഉണ്ടാവും. ഇവിടെ വെച്ചാൽ കോളേജ് എൻ്റെ ടൈമിംഗ് ഉണ്ടായ 9 മണി ടു 3:30 അല്ലെങ്കിൽ 3 ആണ് ഉണ്ടായിരുന്നത്. അപ്പം അവിടെ എത്ര മണിയാണ്? നമ്മളുടെ രാവിലെ 7
7 o'clock. അല്ല കോളേജ് എത്ര മണിയാവും പറഞ്ഞേ? അത് അപ്പ് ഡൗൺ ചെയ്യുന്ന ആൾക്കാർക്ക് ആ ചേച്ചിന്റെ കോളേജ് ടൈമിംഗ് അറിയില്ല. നന്ദോമിന്റെ 2 വയസ്സ് ചെറുതാ. എന്നെക്കാട്ടും 2 വയസ്സ് ചെറുതാ. എത്ര വയസ്സ് ചേച്ചിക്ക്? 22. 22. എനക്ക് എത്ര വയസ്സ്? 24. 24. നീ എവിടുന്ന് അറിഞ്ഞത്? അതെങ്ങനാ? ഉണ്ണിയാമുക്ക് 26 26 പോടാ 30 26 അല്ലടാ 30. എന്റെ അമ്മയാ പറഞ്ഞത് 26. അമ്മക്ക് എത്ര? എന്റെ അമ്മക്ക് എത്ര? 39. 39 പോടാ. സീരിയസ്ലി 39 വയസ്സായാ? നമ്മള് വയസ്സ് പറഞ്ഞ ഇങ്ങോട്ട് വാ. അവിടെ പോയ വോയിസ് ഇതിൽ കേൾക്കും. ഇവിടെ ഓ അവിടെ പോയിട്ടുണ്ട്. ഇപ്പൊ എന്തെല്ലാം പറയുന്നത് കേൾക്കാം. ഇതിൽ കിട്ടുമായിരിക്കും. നമ്മളിങ്ങനെ വീഡിയോ പിടിച്ച് വെക്കുക ഇങ്ങനെ. നമുക്കിനി ആടെ പോയി കേൾക്കേണ്ട ആവശ്യമില്ല. ആ മൈക്കിൽ ഇവിടെ കേൾക്കും. എന്തെല്ലാം പറയും നമുക്ക് പോസ് ചെയ്ത് നോക്കാം. ഇതിൽ ഓൾമോസ്റ്റ് സ്റ്റോറേജ് ഫുള്ളായി. അവനടുത്താ പറയും നോക്കാം. ഇപ്പം വേദനയുണ്ടോന്ന്? ഒരു വേദനയില്ല. നല്ല സുഖമാണ്. കോൺക്രീറ്റിലും ഇൻ്റർലോക്കിലും മുട്ട ഒരഞ്ഞു പോയാൽ നല്ല സുഖമാണ്. എന്താ സുഖം? റോട്ടിലേക്ക് ഇങ്ങനെ മുട്ട അരഞ്ഞ് ഇങ്ങനെ പോണം. ഈ തല മുട്ടിട്ട് എന്ത് വേദനയല്ല, നല്ല എന്ത് രസാണ്. ഒരു ബോള് മൂക്കിന്, അതായത് ഇങ്ങനെ ബോള് പോലെ ഇങ്ങനെ ഉറങ്ങുന്നുണ്ടായിരുന്നു. ക്യാച്ച് ചെയ്യാൻ വേണ്ടിട്ട് ബോൾ എറിയാൻ കൊടുത്തിട്ട് മൂക്കിന് ജസ്റ്റ് ബോൾ കൊണ്ടോ എനിക്ക് കരഞ്ഞവനാ. എന്ത് സുഖം. കരയുമ്പോ എന്ത് സുഖാന്ന്. അമ്മ ഉമ്മ തരുമ്പോ അങ്ങനല്ലേ. അപ്പൊ അതിന് വേണ്ടിട്ടാ നീ കരയുന്നത് കള്ളാ? അതെ. കരയുമ്പോല്ലേ ചിരിക്കല ചെയ്യല്. എനിക്ക് ഇനി എന്തുകൊണ്ടാലും നീ കരഞ്ഞാൽ നമ്മ ചിരിച്ചതായി കണക്ക് കൂട്ടല്ലേ? അപ്പൊ ഇനി പ്രശ്നമില്ല. അല്ല നമുക്ക് ഇനി ബാറ്റെല്ലാം എടുത്തിട്ട് പോവാ. ബോളൊന്നും കൊടുക്കണ്ടല്ലോ. ഇടയ്ക്ക് ഇവൻ ബോളെല്ലാം മുക്കും. അതായത് എനക്ക് അത്ര ബോൾ കിട്ടിയില്ല, വൈഡ് അതൊക്കെ പറഞ്ഞിട്ട് മുക്കും. അല്ലടാ? അപ്പൊ ഇവനെ എനിക്ക് കരയിപ്പിച്ച പ്രശ്നമില്ല. ചിരിക്കുന്നതായിട്ട് കുട്ടിയാൽ മതി. നമ്മ ചിരിച്ചോളാം. അപ്പൊ നീ കാര്യം വനി. പിന്നെയോ നാടകത്തിൽ നിങ്ങൾക്ക് കുഞ്ഞു മക്കളെ നോക്കുന്നുണ്ട്. എടുത്തോ. അതിൻ്റെ പേര് നല്ല ആളെ ഞാൻ പറഞ്ഞു വിട്ടെ. മൈക്ക് കൊടുത്തിട്ട് IPL എന്തോ ചോദിക്കാൻ പറഞ്ഞേ. എൻ്റെ പറഞ്ഞൊരു സമയമായിട്ടില്ല മൈക്ക് ഓണാക്കിയിട്ട്. സോ ഗൈസ്, അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. സോ ഇതൊരു രാത്രി എടുക്കുന്നൊരു വ്ളോഗാണ്. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് കാലം അനക്കാൻ പറ്റുന്നില്ല. അനക്കാൻ പറ്റുന്നില്ല വെച്ചാൽ രാത്രി ആകുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വേന കൂടുതൽ അറിയില്ല അല്ലേ. അപ്പം രാത്രി എടുക്കുന്നൊരു ചെറിയ എന്തോ കാണിക്കുന്നുണ്ട് അവിടുന്ന്. ഇതുപോലെ നീ രാവിലെ ഇവനെ എറിഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ ഇവൻ്റെ അടി, അതായത് ബോൾ ഞാൻ ക്യാച്ച് ചെയ്യാൻ നോക്കിയത്. ഇങ്ങനെ ഒന്ന് ഡൈവ് ചെയ്തതാ. ഒരു സെക്കൻഡിനുള്ളിൽ എല്ലാം കഴിഞ്ഞു. ടാറ്റാ. അപ്പം ഇനി ബോളുണ്ടെങ്കിൽ എൻ്റെ നെഞ്ചത്തും കൂടെ വരാ. എന്തെല്ലോ കളിക്കുന്നുണ്ട് ഇവിടുന്ന്. ഡാൻസാ അയ്യാ നിങ്ങളൊക്കെ എന്തൊക്കെയാ. ഐസ്ക്രീം കഴിച്ച് പിന്നെ എന്തെല്ലോ സെലിബ്രേഷൻ ആണോടാ? ഇതോണ്ടാ നമ്മൾ ഇങ്ങനെയെല്ലാം കാണിക്കുന്നു. ഇത് ഇങ്ങോട്ട് ഇവിടെ ഇരിക്കുക. സോ ഗൈസ്, അപ്പം ഇതെല്ലോ കളിക്കുന്നെല്ലാം ഉണ്ട്. എന്തൊക്കെയോ മുകളിലൊക്കെ പോയിട്ട് എന്തൊക്കെ പറഞ്ഞിട്ട് കുരുത്തങ്കട്ടെ കുരുത്തക്കേട് നല്ലോണം ഉണ്ട്. അതുകൊണ്ട് സ്കൂളിലെ സോ ഗൈസ്, അപ്പം വാ വീഡിയോ വേണ്ടി പോയാ കഴിഞ്ഞടാ. കഴിഞ്ഞു വാ. കഴിഞ്ഞിട്ടില്ല. സോ ഗൈസ്, അപ്പം നമ്മളെ ചെറിയൊരു വീഡിയോ ഇവിടെ കഴിഞ്ഞു. കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. വണ്ടി വന്നൊക്കെ
കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു കാല് മുറിഞ്ഞൊരു വ്ളോഗ് എന്ന് പറയാം. പിന്നെ ഇവൻ്റെ എന്തല്ലോ നിന്റെ കോപ്പറായോലു. അപ്പം ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. രാത്രി ഏകദേശം 10 മണിയോടെ അടുക്കലായി. അപ്പം ഇവിടെ ഒരാൾക്ക് ഉറങ്ങാനായി സമയം. 9 മണിക്ക് ഉറങ്ങുന്നതാണ് ഗൈസ്. അത് എണീക്കുന്ന സമയം രാവിലെ. 9 മണിക്ക് രാത്രി കിടക്കും. എൻ്റെ 11 മണിയാകുമ്പോൾ എണീക്കും. എന്തൊക്കെയാടാ ഉറങ്ങുന്നത്? അതെ അതെ അതെ, സ്വപ്നത്തിൽ. അപ്പം ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ആ ഓക്കെ, അതെ അതെ അതെ, വീഡിയോ എടുക്കുന്നേ ഇല്ല. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഒന്ന് വൈൻഡപ്പ് ചെയ്തോ ഓൾറെഡി ഞാൻ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഇനി പറയാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് എന്നെ വൈൻഡപ്പ് ചെയ്യാൻ വിടൂല. അപ്പം അപ്പോൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ. സ്വപ്നത്തില് അശ്വി വരും. അശ്വി സ്വപ്നത്തില് മൊത്തം വ്ലോഗായിരിക്കും. അവന്റെ സ്വപ്നത്തില് മൊത്തം സംഭവിക്കും. അപ്പോൾ ചോറ് കഴിക്കാൻ വിളിക്കുന്നുണ്ട് ഇവരെ രണ്ടാളെയും. സോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ബൈ 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 പറ. ബൈ. ഇവിടെ നിർത്താം, അല്ലെങ്കിൽ ഈ വ്ളോഗ് ഇന്ന് നിർത്തലുണ്ടാവില്ല. പൊലച്ചവരെ ഇത് ഉറങ്ങും. പൊലച്ചക്ക് മുമ്പേ ഇപ്പൊ ഉറങ്ങാനേ. ബൈ ബൈ സ്വപ്നത്തിൽ. ബൈ ബൈ സ്വപ്നത്തിൽ. ബൈ ബൈ.